തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രന് മെമ്മോ നൽകിയതിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകാം. കളക്ടറേറ്റുകളിലൊക്കെ നാളെ പ്രതിഷേധ പ്രകടനം നടത്താനാണ് തീരുമാനം. രാജവാഴ്ച വേണ്ട എന്നാണ് ജോയിന്റ് കൗൺസിലിന്റെ നിലപാട്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, അങ്ങനെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കൗൺസിലിന്റെ തീരുമാനം. അത് ഒരു വശത്ത് നടക്കുന്നു, മറ്റൊരു വശത്ത് ഈ വിവാദത്തെ തണുപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഈ കുഴിനക ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ് വിമർശനത്തിന് വിധേയമായിരിക്കുന്നത്. ഈ വിഷയമാണ് മാതൃഭൂമി ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്ത ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ കളക്ടറെ ഈ വിഷയത്തിലായിരുന്നു നിശിതമായി വിമർശിച്ചത്. മാത്രമല്ല സർക്കാർ പല കീഴുദ്യോഗസ്ഥർക്കും കളക്ടർ ലീവ് നൽകുന്നില്ല തുടങ്ങിയ വിഷയങ്ങളും അദ്ദേഹം വന്ന് ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അത് കാരണമാക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ജയചന്ദ്രൻ കല്ലിക്കൽ ലംഘിച്ചു എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ രംഗത്തിറങ്ങുകയാണ്. നാളെ എല്ലാ കളക്ടറേറ്റുകളിലും പ്രതിഷേധ പ്രകടനം നടത്താൻ പോവുകയാണ്. വായ മൂടിക്കെട്ടണമോ, ജനാധിപത്യം മതി, രാജവാഴ്ച വേണ്ട തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് റവന്യൂ വകുപ്പ് CPI ഭരിക്കുന്ന വകുപ്പാണ്. CPIയുടെ വകുപ്പിന്റെ സെക്രട്ടറിക്കെതിരായ പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ നടത്തുന്നത്. അതായത് സ്വന്തം വകുപ്പിലെ സെക്രട്ടറിയുടെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ജോയിന്റ് കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് പ്രക്ഷോഭമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഏതായാലും ഈ കളക്ടറുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ ഇതോടെ ശക്തമാവുകയാണ്.